മുടി കറുപ്പിക്കുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചിരുന്നു, മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. ഇതിൽ ഉലമാഇന് ഏകഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മദ്ഹബുണ്ട്. ഇതിൽ ഒന്ന്, യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമീങ്ങളൊക്കെ ഒന്നാം നമ്പർ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ കറുപ്പിച്ചിരുന്നത് ജായിസാണ്. കാരണം അൽ ഹർബ് ഖുദ്അ, യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, അത് ജായിസാണ്, എല്ലാവർക്കും ജായിസാണ്. അഭിപ്രായം ഏകഭിപ്രായമാണ് 4 മദ്ഹബിലും. ഹറാമാണെന്ന് 4 മദ്ഹബിലും അഭിപ്രായമുള്ള അഭിപ്രായം ഇതാണ്: ഒരു മനുഷ്യൻ ആളെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്യുക. 60 വയസ്സായിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്, ഇത് ഹറാമാണ്, ഖുദ്അത്താണ്. അല്ലെങ്കിൽ പെണ്ണ് തലക്ക് നരച്ച ഒരവസ്ഥയിലാണ്, അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് കറുത്ത മുടിയാക്കി കാണിച്ചു കൊടുത്ത് വഞ്ചിക്കുക, ഇത് ഹറാമാണ്, കുറ്റകരമാണ്. 4 മദ്ഹബിലും അങ്ങനെയാണ്. ഇനി മഖാമു ഇഖ്തിലാഫിൻ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഘട്ടമുണ്ട്. മദ്ഹബുൽ മാലിക്കിയ വൽ ഹനാബില, ഹംബലികളും മാലിക്കി മദ്ഹബിലും ഹനഫി ശാഫിഈ മദ്ഹബിലെ ഒരഭിപ്രായമനുസരിച്ചും അൽ കറാഹ, ഇത് കറാഹത്താണ് എന്ന അഭിപ്രായമാണ്. പക്ഷെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതല്ല. മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും കറുപ്പിക്കൽ കറാഹത്താണ്, കറാഹത്തു തൻസീഹിൻ എന്നാണ് മദ്ഹബിന്റെ അഭിപ്രായം. പക്ഷേ ഇത് ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം ശാഫിഈ മദ്ഹബിലും ഹനഫിയിലും. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ പറയുന്നു, ഇത്തഫഖൂ ഐ ശാഫിഈയ, ശാഫിഈ ഇമാമുമാർക്ക് ഏകഭിപ്രായമാണ് അലാ ദമ്മി ഖിദാബിർ റഅസി വൽ ലിഹ്യതി ബിസ്സവാദ്, തലയിലും താടിയിലും നരച്ച മുടികൾക്ക് കറുത്ത നിറം നൽകുന്നത് ദമ്മുൻ, ഏറ്റവും ആക്ഷേപിക്കപ്പെടേണ്ട വിഷയമാണെന്ന് ശാഫിഈ ഇമാമിങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല തന്നെ. ثم قال الغزالي في الإحياء، إمامنا حجة الله الإسلام أبو حامد الغزالي رضي الله عنه അവരുടെ ഗ്രന്ഥമായ ഇഹ്യയിലും والبغوي في التهذيب, ഇമാമുന ബഗവി തങ്ങൾ അവരുടെ തഹ്ദീബിലും وآخرون من الأصحاب, മറ്റു ഒരുപിടി അസ്ഹാബുകളും ഷാഫിഈ ഇമാമിന്റെ അസ്ഹാബും പറയുന്നത് ഹുവ മക്റൂഹൻ, ഇത് കറാഹത്താണെന്നാണ്. വലാഹിറു ഇബാറതിഹിം അന്നഹു കറാഹത്തു തൻസീഹ്, പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചെയ്താൽ കുറ്റമില്ല എന്നാണ് തോന്നുന്നത്. വസ്വഹീഹു, എന്നാൽ സ്വഹീഹായ അഭിപ്രായം, ബലി സ്വവാബു, അവിടുത്തെ ശരിയായ അഭിപ്രായവും അന്നഹു ഹറാം, അത് ഹറാമാണെന്നാണ്. ഇത് നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ പ്രബലനായ ഇമാം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത്. ഇതിലപ്പുറം മദ്ഹബിൽ വേറെ അഭിപ്രായമില്ല. അപ്പോ കറാഹത്താണെന്ന ഉലമാഇന് അഭിപ്രായമുണ്ട്. പക്ഷെ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അത് നിഷിദ്ധമാണെന്നാണ്. കാരണം അതിലൊരു തരം വഞ്ചനയുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇതിന് മഞ്ഞ നിറമോ ചുവപ്പ് നിറമോ കൊടുക്കൽ സുന്നത്തുമാണ്. വെളുത്തത് വെളുപ്പാക്കി തന്നെ സൂക്ഷിക്കേണ്ട എന്നാണ്. അതിന് ഒരു മഞ്ഞ നിറമോ ചുമന്ന നിറമോ കൊടുക്കൽ സുന്നത്താണ്. അത്തരം മൈലാഞ്ചി ഉപയോഗിക്കുക. മൈലാഞ്ചിക്ക് തന്നെ ബ്ലാക്ക് കൊടുത്താലോ? ബ്ലാക്ക് ഹിന്ന മാർക്കറ്റിലുണ്ട് എന്നൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ രസം. അപ്പോ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് കൂലി ഏറ്റവും കിട്ടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും നല്ല സൂക്ഷ്മതയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഷാഫിഈ മദ്ഹബിൽ ഇത് ഹറാമാണ്. നമ്മുടെ ഉലമാഇന്റെ അഭിപ്രായം അതാണ്. അല്ല, കറാഹത്താണ് എന്ന് ഒരു പക്ഷം ഇമാമിങ്ങൾക്ക് അഭിപ്രായം. മാലിക്കി ഹംബലി മദ്ഹബുകളിൽ പ്രബലമായ അഭിപ്രായം അത് കറാഹത്താണെന്നാണ്. എന്നാ പിന്നെ ഞാൻ മാലിക് ആയിക്കോട്ടെ, അല്ലേ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളത് അസ്വഹ് സ്വീകരിക്കുന്നോ, പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുന്നുവോ, അല്ല ഇമാമികളുടെ മറ്റഭിപ്രായം സ്വീകരിക്കുന്നുവോ? പല്ല് നടുന്നതിനെ കുറിച്ച്, പല്ല് വെക്കുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അത് ജായിസാണ്. ഒരാൾക്ക് പല്ലൊക്കെ നഷ്ടപ്പെട്ടു, ആർട്ടിഫിഷ്യൽ പല്ല് നിങ്ങൾ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ചോ, എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഒരു മയ്യത്ത് പല്ല് വായിൽ വെച്ചിട്ട് നമ്മ കഫൻ ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. പക്ഷെ നമ്മളത് എടുത്തു മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചു പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ്. പല്ല് വെക്കുന്നതിന് എന്തില്ല, വിരോധമില്ല, കുഴപ്പമില്ല. പിന്നെ പ്ലക്കിംഗ് ഐബ്രോസ്, പെണ്ണുങ്ങളുടെ ഈ എന്താണ് മലയാളത്തിൽ പറയാ, ഐബ്രോസ്, പുരികം പ്ലക്ക് ചെയ്തിട്ട് ഷേപ്പാക്കുക. എന്തിനാ വെറുതെ കുറെ സമയം ചെലവഴിക്കണത്? എത്ര നേരം വേണമെന്ന ഈ മേക്കപ്പിനൊക്കെ? ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല എന്നാ നമ്മൾ ഇപ്പോഴത്തെ സലൂണുകാരെ തുടങ്ങിയതാണ്. അല്ല, അന്നേ ഉണ്ട്. ഈ ടാറ്റൂയിങ് ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽവാഷിമു വൽ മുതവശ്ശിം, അല്ലേ? പച്ചകുത്തുന്നവൻ, ടാറ്റു ചെയ്യുന്നവനും അത് ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നവനും ശപിക്കപ്പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചേർത്ത് വെക്കുന്നവൻ, അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ, പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ മൽഊനുൻ, ശപിക്കപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലഅന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസ വൽ മുതനമ്മിസ, ഈ ഐബ്രോ പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹായ ഹദീസാണ്. ഒരു പെണ്ണിന് ഐബ്രോ അങ്ങോട്ട് വന്നിട്ട് അത് വികൃതമായിട്ട് തോന്നുന്നുണ്ട്, അവളത് പ്ലക്ക് ചെയ്തോട്ടെ. ചൊറുക്ക് അല്ലാഹു തആല വെച്ച ചൊറുക്ക് പോരെ, അതിലും വലിയ ഡിസൈനർ ആണോ നമ്മൾ? അല്ലാഹുവിന്റെ ആ ഡിസൈൻ നീ അങ്ങനെ തന്നെ വെച്ചേക്ക്. അള്ളാഹുവിന്റെ ആ ഫിത്രത്ത് അങ്ങനെ തന്നെ വെച്ചേക്ക്. അത് നീ പറിച്ചെടുക്കൽ കുറ്റകരമാണ്, ചെയ്യേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ ആ ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.